ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. 30 മിനിറ്റ് കഴിഞ്ഞാലേ അർജന്റീന കളിക്കുകയുള്ളൂ എന്നിപ്പം ആളുകളൊരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. ഈജിപ്തുമായിട്ടുള്ള കളിയും ഇന്നലെ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയും കഴിഞ്ഞിട്ട്. പിന്നെ മാധ്യമരംഗത്തുള്ളവരും അല്ലാത്തവരുമെല്ലാം ഒരു കളി അർജന്റീനയൊന്ന് കളിച്ച് ജയിക്കുക എന്നീ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നെ റഫറി സഹായിക്കാതെ ഒരു ഗോളടിച്ച് കാണിക്കുക, പിന്നെ പ്രബലമായൊരു ടീമിനോട് കളിച്ച് ജയിക്കുക, ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറച്ചിലിനെല്ലാമുള്ള ഒരു മറുപടിയാണ് ഇംഗ്ലണ്ടിനെതിരായി ഇന്നലെ അർജന്റീന നേടിയ അസന്നിഗ്ധമായ വിജയം. ഇനി നമുക്ക് ഫൈനലിന് കാത്തിരിക്കാം. നടക്കാതെ പോയ ഫൈനലിസിമോ യമാലിൻ്റെ ടീമും മെസ്സിയുടെ ടീമും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്. വളരെ നന്നായിട്ട് നമുക്കിത് ആസ്വദിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ശരിയാണ്. ഈ വിഷയം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചതാണ്. ഓർമ്മ ശരിയാണെങ്കിൽ സഭയിൽ തന്നെ അദ്ദേഹം ഉന്നയിച്ചു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു. അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കളി നടക്കുന്ന സമയത്ത് പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കാം എന്ന് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി പറഞ്ഞതും ഞാൻ വായിച്ചു. പക്ഷേ നൽകിയ ശ്രദ്ധ ഒന്നുകിൽ വേണ്ടത്ര പോരാഞ്ഞതുകൊണ്ടോ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളോ കൊണ്ട് ആവാം അത് നടപ്പാകാതെ പോയത്. എന്നെയും ചിലർ വിളിച്ചിട്ട് പറഞ്ഞു, അർജന്റീനയുടെ ആരാധകർ വിളിച്ചു പറഞ്ഞു, ഇംഗ്ലണ്ടിൻ്റെ ആരാധകർ വിളിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കളി നടക്കുന്നിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഫൈനലിന് മാത്രമല്ല ഭാഗത്ത് നിന്ന് ഉണ്ടായത്.